ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് കാര്യമാണ് നോക്കാം. എനിക്ക് എന്ത് പ്രശ്നത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഏറ്റവും അധികം നിങ്ങൾ ചിന്തിക്കുന്നത്, ആൻഡ് അതിനുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, റിലേഷൻഷിപ്പ് കാര്യങ്ങളായിരിക്കും, ജോലിയുടെ കാര്യത്തിനായിരിക്കാം. എനിക്ക് ഒരുപാട് ഏറ്റവും അധികം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ മേലെ നിൽക്കുന്ന ഒരു ചിന്തകളെക്കുറിച്ച്. ഓക്കെ, എന്താണ് നിങ്ങൾ ഏറ്റവും അധികം ബോധർ ചെയ്യുന്നത് ഇപ്പോൾ? ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, 9 of Cups, 7 of Swords, Justice, Knight of Water, Knight of Cups പറയാം, ആൻഡ് 2 of Swords. ഓക്കെ, ഞാൻ ഓരോ സെക്ഷനായിട്ട് പറയാം. എന്താണ് ഇവിടെ 9 of Cups? ഓക്കെ, സെയിം കാർഡ് ഉണ്ടോ? Ace of Swords, 10 of Swords, Justice-ന് Ace of Fire. ഓക്കെ, Wheel of Fortune, Hermit. ഓക്കെ, 3 of Earth, 8 of Water, Wise Counselor. ഓക്കെ, ഗുഡ്. ഇവിടെ നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും അധികം ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹത്തിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. വളരെ നാളായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമായിരിക്കാം. ജോലി, നല്ലൊരു ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള ആഗ്രഹം കൂടി ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ചേരുക, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയത്തിൽ, താല്പര്യമുള്ള കാര്യത്തിൽ കൂടുതൽ പഠിക്കാൻ. ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ചിലവർക്ക് ഒരു റിലേഷൻഷിപ്പ് കൂടി ആയിരിക്കാം. ഓക്കെ, നൈറ്റ് ഓഫ് വാട്ടർ ആണ് ഇവിടെ ഉള്ളത്. സോ മേ ബി നൈറ്റ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം കൂടി നമുക്കിവിടെ പറയാം. ചിലവർക്ക് നിങ്ങളൊരു പേഴ്സണിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അതായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണിത്. നിങ്ങളുടെ മനസ്സിൽ ഇത് വളരെയധികം നമ്മൾ പറയില്ലേ, ഒരാഗ്രഹത്തിന് വേണ്ടി ആ ഒരു ആഗ്രഹം നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടില്ല. ഓക്കെ, എന്തൊക്കെ നിങ്ങൾക്കിടയിൽ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ നിങ്ങൾക്കത് നടക്കില്ല എന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ കണ്ടിട്ട് പോലും നിങ്ങളത് ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഓക്കെ, ചിലവർക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വരയ്ക്കുക, എഴുതുക, പാടുക, ഡാൻസ് കളിക്കുക, ഓക്കെ, അല്ല നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ, ഒരു ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, ആ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പോകുന്നില്ല. ഓക്കെ, വളരെ സ്ട്രോങ് ആഗ്രഹമാണ്. അതിനുവേണ്ടി ഒരു ആക്ഷൻ എടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷേ എവിടെയോ നിങ്ങളൊരു ആക്ഷൻ എടുക്കാനാണ് ഇവിടെ തടസ്സം. ഓക്കെ, അതിനൊരു മനസ്സിലത് ഒരുപാട് കിടക്കുന്നുണ്ട്. ഐഡിയാസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഐഡിയാസ് ഉണ്ട്. ശരിക്കും നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ആ ക്രിയേറ്റിവിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം നേടിയെടുക്കാനുള്ള ക്രിയേറ്റീവ് സൈഡ് നിങ്ങളുടെ ഉണ്ട്. എനിക്ക് എഴുതാനായാലും പാട്ടുപാടാനും, അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ ഈവൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു ജോലി. ഓക്കെ, ആ ജോലിയിൽ നിങ്ങൾക്കറിയാം നിങ്ങളതിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനുള്ള കഴിവുകളെല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങളതിനു വേണ്ടി, പക്ഷെ എവിടെയോ ഒരു ആക്ഷൻ എടുക്കാൻ മേ ബി നിങ്ങളുടെ വീട്ടിൽ പറയാനൊരു മടിയായിരിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ അത് നമ്മൾ പറയില്ലേ, ചിലപ്പോൾ ഡാൻസ് പാട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മടി വരുന്നുണ്ടാവാം. പബ്ലിക്ലി നമ്മൾ അത് മടി വരിക. അതുപോലെ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹം കിടക്കുന്നുണ്ട്. എന്തെങ്കിലും എനിക്കിതൊന്ന് ചെയ്യാൻ സാധിക്കണേ എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾ ദൈവത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ യൂണിവേഴ്സിനോട് ആഗ്രഹം എന്നും ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിലത് വരാറുണ്ട്. ഓക്കെ, ചില ചീറ്റിംഗ് നിങ്ങൾക്ക് സംഭവിച്ചായിട്ട് കാണുന്നുണ്ട്, നിങ്ങളോട് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ, അതായത് ഇതിനു വേണ്ടി മോഹിപ്പിച്ച് നിങ്ങളെ അത് ചെയ്യാൻ സാധിക്കും, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ചീറ്റിംഗ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതൊരു നമ്മൾ സൂക്ഷിക്കാൻ പറയുന്ന ഒരു കാർഡാണ്. ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊരു വാർണിംഗ് കിട്ടുന്നു എന്ന് എടുത്തോളൂ. ഓക്കെ, എവിടെയോ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ അടുത്ത് ആരോ ചിലത് നിങ്ങളുടെ അടുത്ത് തട്ടിയെടുത്ത് പോകുന്നതായിട്ടാണ്. അതിൻ്റെ ഇവിടെ പക്ഷേ ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വാർണിംഗ് തരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക.
ഓക്കെ, ആരാണ് നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നത്, ആരാണ് നിങ്ങളെ പിന്നിൽ നിന്ന് ചതിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇവിടെ. ഓക്കെ, അതേത് കാര്യത്തിലായാലും, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും, ജോലി, കരിയറിന്റെ, നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തരാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയുന്നുണ്ടാവും, പക്ഷെ അവിടെ ചീറ്റിംഗ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങളറിയാതെ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്യുന്നതായിട്ട്, മേ ബി പാസ്റ്റിൽ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഈ ഒരു ആഗ്രഹം നടത്തി തരാം, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങൾക്കൊരു മോഹം നിങ്ങൾക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടാവും, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തരാം എന്ന രീതിയിൽ, സപ്പോർട്ട് ചെയ്യാം എന്ന രീതിയിലൊക്കെ നിന്നുണ്ടാവും, പക്ഷേ അവിടെ എവിടെയോ ചീറ്റിംഗ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അതായത് അവർ പറഞ്ഞു പക്ഷെ പറ്റിച്ചിട്ട് പോയി എന്ന രീതിയിൽ, ചിലപ്പോൾ പണം കൊടുത്ത് നമ്മൾ ചീറ്റിംഗ് ആയിരിക്കാം, ചിലവർക്ക് ഇമോഷണൽ ചീറ്റിംഗ് എന്ന രീതിയിലും പറയാം. നമ്മൾ പറയില്ല ആഗ്രഹം തന്നിട്ട് പക്ഷെ ചതിക്കുക എന്ന രീതിയിൽ, അങ്ങനെയും പറയാം. ഓക്കെ, അങ്ങനെ ഒരു ചീറ്റിംഗ് നിങ്ങൾ മുൻപ് ഫേസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചൊക്കെ നിൽക്കുക. ഓക്കെ, പക്ഷെ ആ ചീറ്റിങ്ങിൽ നിന്നും നിങ്ങൾക്ക് ന്യായമായത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ന്യായമായത് നിങ്ങൾക്ക്, അതായത് നമ്മൾ എന്തർഹിക്കുന്നുണ്ടോ അത് യൂണിവേഴ്സ് നമ്മൾക്ക് തരും. ഓക്കെ, അതാണ് കർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ, അതിനു വേണ്ടി ശ്രമിച്ചാൽ, ഓക്കെ, നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളൊക്കെ അതിന് മാറ്ററാണ്. അല്ല, ഈ ജന്മത്തിൽ തന്നെ നമ്മൾ പ്രവൃത്തി നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് പോയാൽ ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾക്ക് യൂണിവേഴ്സ് നമ്മൾക്ക് ആഗ്രഹങ്ങൾ നമ്മളുടെ നടത്തി തരും. ഓക്കെ, അതാണ് കർമ്മ എന്ന് പറയുന്നത്. ആൻഡ് എപ്പോഴും യൂണിവേഴ്സ് എപ്പോഴും എല്ലാവരോടും ഫെയർ ആണ്. എന്ന് വെച്ചാൽ മോശം ചെയ്തവർ നിങ്ങൾ എപ്പോഴും വിചാരിക്കും എന്നെ ചതിച്ചവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അവർക്കുള്ളത് ദൈവം കൊടുത്തോളും, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ നല്ലതാക്കി വെക്കുക, നമ്മളൊരാളെയും ഹേർട്ട് ചെയ്യാതെ, നമ്മളൊരാളെയും വേദനിപ്പിക്കാതെ, നമ്മളുടെ പ്രവൃത്തികൾ എപ്പോഴും കറക്റ്റായിട്ട് നമ്മൾ റൈറ്റ് വഴിയിൽ നമ്മൾ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹം നടത്തി തരും. ഓക്കെ, ചിലവർക്ക് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ അതെവിടെയോ ഐ തിങ്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. സോ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് ആരോ വരുന്നതായിട്ട്. ഓക്കെ, ചിലവർക്ക് നമ്മൾ കരിയറിൻ്റെ കാര്യത്തിലും പറയുമ്പോൾ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് വരുന്ന പോലെയുണ്ട്. മേ ബി നിങ്ങൾ വളരെ ഇമോഷണൽ പേഴ്സൺ ആയിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചതിക്കപ്പെടാനുള്ള സാധ്യതയാണ്, സൂക്ഷിക്കുക, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ചോയ്സ് ഇവിടെ കാണുന്നുണ്ട്. 2 ഓഫ് എയർ ആണ്, 2 ഓഫ് കപ്സ് ആണ്, 2 ഓഫ് സോഡ്സ് ആണ്. നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട കാര്യമാണ്. കൺഫ്യൂഷൻ. ഓക്കെ, അതായത് തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതിന് ആക്ഷൻ എടുക്കണോ വേണ്ടേ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകണോ, അതോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിൽക്കണോ, അവർ പറയുന്ന പോലെ ചെയ്യണോ, ഓക്കെ, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ ഞാൻ നോക്കണോ, അതാണോ ഇമ്പോർട്ടൻറ്റ്, അതോ ഞാൻ എൻ്റെ ഒരു ഇഷ്ടം കൂടി നോക്കിയാൽ അതിൽ തെറ്റുണ്ടോ എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിലൊരു ചിന്തയായിരിക്കാം. ഓക്കെ, അപ്പോൾ എവിടെയോ നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കാൻ ഒരു മടിയുണ്ട്. തീരുമാനം എടുത്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ആണ് ഇവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഐ തിങ്ക് നിങ്ങളുടെ കയ്യിലാണ് ഡിസിഷൻ ഉള്ളത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ തന്നെ. നിങ്ങളത് ആലോചിച്ച് സ്ട്രെസ് അടിക്കുന്നുണ്ട്, ഞാനിത് തീരുമാനിക്കണോ വേണ്ടേ, സ്ട്രെസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, വളരെയധികം ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് എൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ചില സിറ്റുവേഷൻസ് ഓൾറെഡി എൻഡ് ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ ആരെങ്കിലും നമ്മൾ നേരത്തെ ചീറ്റിങ്ങിൻ്റെ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പറഞ്ഞു മോഹിപ്പിച്ചു, ചീറ്റ് ചെയ്തു, അതെന്ത് തന്നെ കാര്യത്തിലായാലും ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമുള്ള വഴിയിൽ കാര്യങ്ങൾ ചെയ്യാനായാലും ശരി, അല്ല ലൈഫിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചീറ്റിങ്, ഏതെങ്കിലും റിലേഷൻസ് എൻഡായി, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾ മാറിപ്പോണ്ടി വന്നു, അങ്ങനെ വലുതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എൻഡിങ്, ചില എൻഡിങ്സ് നമുക്ക് നല്ലതാണ് എന്ന് പറയും. ഓക്കെ, ചില എൻഡിങ്സ് നമുക്ക് നല്ലത് തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ സാധാരണ നമ്മൾ ഏസ് ഓഫ് സോഡ്സ് പറയുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്ന പോലെയാണ്. ഓക്കെ, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. ബട്ട് ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല, കോൺഫിഡൻസ് വരുന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം നിങ്ങളുടെ മൈൻഡ് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ഷനാണ് ഡിലേ വരുന്നത്. അപ്പോൾ എവിടെയോ നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് ആക്ഷൻ എടുക്കാനുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ആ ക്രിയേറ്റിവിറ്റി ഉണ്ട്, നിങ്ങൾക്കെല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ നിങ്ങളുടെ ഭാഗത്തുണ്ട്, നിലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. ആക്ഷൻ എടുക്കൂ. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട, എന്തായിരിക്കും റിസൾട്ട് നിങ്ങൾ ആലോചിക്കരുത്. ഓക്കെ, ഞാൻ ചതിക്കപ്പെടുമോ, എനിക്ക് വീണ്ടും ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരുമോ, എനിക്ക് വീണ്ടും ലോസ് വരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കാം. ഓക്കെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, ഓരോ സ്റ്റെപ്സായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോഴേ നമ്മുടെ ലക്ക് നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. ഓക്കെ, മാറ്റങ്ങൾ വരും എന്നാണ് പറയുന്നത്, ചേഞ്ചസ് വരും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ തന്നെ വരുത്തണം, ആക്ച്വലി ചേഞ്ചസ് നിങ്ങൾ തന്നെ വരുത്താം. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ. ആക്ഷൻ എടുത്തോളൂ, ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ഹെർമിറ്റ് മേ ബി ഇപ്പം നിങ്ങൾ ഈ ഒരു ചോയ്സ് എടുക്കാൻ മടിച്ചിട്ട് ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കാം. ഓക്കെ, ഒന്നും തീരുമാനിക്കാതെ നിങ്ങൾ ലേശം
അവനവനിലേക്ക് മാത്രം നോക്കി ചിലപ്പോൾ ഒന്നും ചെയ്യാതെ നിങ്ങൾ ഇരിക്കുന്ന ഒരു ഫേസാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഭാഗത്താണ് ഇവിടെ പ്രശ്നം. ഓക്കെ, ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഇരുന്ന് ആലോചിക്കാം, വിരോധമില്ല. ഓക്കെ, നിങ്ങൾ ഇരുന്ന് ആലോചിക്കാം, മനസ്സിലാക്കാം കാര്യങ്ങൾ എല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാം, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, കൂടുതൽ ഗൈഡൻസ് കിട്ടാൻ ശ്രമിക്കുക. ഓക്കെ, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അവനവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത്. ഓക്കെ, ആക്ച്വലി മെൻറ്റോർഷിപ്പ് പറയണ്ടേ. യെസ്, വല്ലവരെയും ഹെൽപ്പ് എടുക്കൂ. ഓക്കെ, ആരുടെയെങ്കിലും അഡ്വൈസ് ചോദിക്കൂ, യൂണിവേഴ്സിന് അഡ്വൈസ് ചോദിക്കൂ. ഓക്കെ, നിങ്ങൾ തീരുമാനം ഐ തിങ്ക് എടുക്കാനുള്ള ഒരു ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ആ ഒരു ഫേസിലാണ്. ദറ്റ് നിങ്ങൾ ഇപ്പോൾ ഒന്നും ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങളെല്ലാം ഒന്ന് നിർത്തിവെച്ച് മേ ബി നിങ്ങൾ ഈ ഒരു സൈലൻ്റ് ആയിട്ട് മാറിയിരുന്ന് എല്ലാത്തിൽ നിന്നും മാറി നിന്ന് നിങ്ങളൊന്ന് അവനവനിലേക്ക് നോക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ അങ്ങനെ എടുക്കാം. ആക്ച്വലി ഈ സമയം എടുത്തോളൂ, വിരോധമില്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ടൊരു ഫ്യൂച്ചർ ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, മുന്നോട്ട് നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും, വൈസ് കൗൺസിലറിന് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളോട് ഇവിടെയും പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക, ആരെങ്കിലും അഡ്വൈസ് എടുക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ വല്ല ബിസിനസ്സൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും, പേടിക്കുക വേണ്ട. ഓക്കെ, നിങ്ങളത് പക്ഷെ പുറത്ത് കാണിക്കാൻ ആദ്യം നിങ്ങൾ തുടങ്ങണ്ടേ. ഓക്കെ, ആ ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നല്ലേ വരേണ്ടത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വീട്ടിൽ പറയാൻ ആ ഒരു ധൈര്യം നിങ്ങൾക്ക് വരണ്ടേ. ദാറ്റ് എനിക്ക് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയാൻ ധൈര്യം നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അതിനുവേണ്ടി പക്ഷെ നിങ്ങൾക്ക് ധൈര്യം എങ്ങനെയാണ് വരിക, നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ് എന്നുള്ളൊരു ചിന്ത വരണം അല്ലേ. നമ്മൾ അതിനു വേണ്ടി നന്നായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, മറ്റുള്ളവരെ അഡ്വൈസ് കൂടി എടുക്കുക, എന്നിട്ടൊരു തീരുമാനം എടുത്ത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എനിവേ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ടാലൻസ് ഒക്കെ റെക്കഗ്നൈസ്, നിങ്ങൾ ഇത്രയും നിങ്ങൾ ഹൈഡ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് കുറേ കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ മറ്റുള്ളവർ തിരിച്ചറിയും. ഓക്കെ, നിങ്ങൾക്ക് റെക്കഗ്നീഷൻ കിട്ടും. 8 of Cups ഉണ്ട്. ചിലവർക്ക് ഒന്ന് വാക്കിംഗ് അവേ വേണ്ടി വരും. ചില സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഓൾറെഡി നിങ്ങൾ ചില വാക്കിംഗ് അവേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷനിൽ നിങ്ങൾ മാറിപ്പോകാനുണ്ട്. ഓക്കെ, ചില വ്യക്തികളിൽ നിന്നായിരിക്കാം, ചില സിറ്റുവേഷനിൽ നിന്നായിരിക്കാം. ഓക്കെ, ചില ചിന്തകളിൽ നിന്നായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് മുന്നോട്ട് പോകണമെന്ന് എടുത്തോളൂ. ഇതെന്തിനാണ് നമ്മൾ വിട്ടുപോകണമെന്ന് എന്തിനാണ് ആലോചിക്കുന്നത്. മുന്നോട്ട് പോകുന്നു, നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയൂ. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ആക്ച്വലി ഇവിടെ ഏഞ്ചൽസ് അഗെയിൻ ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ച് നിങ്ങൾ പുറപ്പെട്ടാൽ ഓക്കെ നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും ഏഞ്ചൽസ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ഐ തിങ്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാവും. യൂണിവേഴ്സ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. ക്വീൻ ഓഫ് എർത്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ തീരുമാനം ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊരു നല്ലൊരു എന്താ പറയുക ഫൈനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെയാണ് കാണുന്നത്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുന്നതായിട്ടാണ്. ഫൈനാൻഷ്യലി സ്ട്രോങ് ആവും, നിങ്ങൾ കരിയറിൽ ഗ്രോത്ത് കിട്ടും എന്ന് പറയാം. ഓക്കെ, പക്ഷെ അതിനൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഈ സ്ട്രോങ് ആയിട്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡിൽ സ്ട്രോങ് ആയിട്ട് ആഗ്രഹം എപ്പോഴും കീപ്പ് ചെയ്യുക. ഓക്കെ, ആൻഡ് അതിനു വേണ്ടി ശ്രമിക്കാൻ കൂടി തയ്യാറാവുക. ഓക്കെ, മനസ്സിൽ ഇത് ഉണ്ടായാൽ മാത്രം പോരല്ലോ, ആക്ഷൻ കൂടി എടുക്കണ്ടേ. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ നല്ലത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ വേണ്ടത് ഞാൻ സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഓക്കെ ഡിലേ ഉണ്ടാവാം. ഓക്കെ, ഇപ്പം തന്നെ ഇപ്പം നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി അടുത്ത മാസം തന്നെ വന്നാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ സക്സസ് കിട്ടണം എന്നില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. നിങ്ങൾ ആദ്യം ചെയ്യാൻ തുടങ്ങും. ആ സക്സസ് എപ്പോൾ വരുമെന്ന് നമ്മൾ പറയില്ല, എന്താണ് കർമ്മം ചെയ്യുക, ഫലം എന്താണെന്നുള്ളത് നമ്മൾ നോക്കരുത് എന്ന് പറയും അല്ലേ. നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ അല്ലെങ്കിൽ ആ ആഗ്രഹം നിങ്ങൾ ഒരിക്കലും ട്രൈ പോലും ചെയ്തില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ റിഗ്രറ്റ് കിടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. ഞാൻ ട്രൈ എങ്കിലും ചെയ്തു, എനിക്ക് കിട്ടിയില്ല, കുഴപ്പമില്ല. മറ്റുള്ളവരോട് ആരോടെങ്കിലും പറയുമ്പോൾ ഞാൻ ശ്രമിക്കുമെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അങ്ങനെയല്ലേ നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. സോ ശ്രമിക്കുക, തീർച്ചയായിട്ടും ശ്രമിക്കാതിരിക്കരുത്. നമ്മൾ കുറച്ച് തെറ്റായ വഴിയിലൂടെയൊക്കെ പോയാലും ഈ ഡിസിഷൻസ് പറയില്ലേ, ഈ ഡിസിഷൻ ഒന്ന് തെറ്റിയെന്ന് വിചാരിച്ചോളൂ. സപ്പോസ് ഓക്കെ ഒന്ന് തെറ്റിപ്പോയി, നിങ്ങൾ ഈ വഴിക്ക് പോയി, ഇവിടെ അല്ല നിങ്ങൾ പോകേണ്ടിയിരുന്നു, ഇവിടെ ആയിരുന്നു. എന്നാലും എന്ത് സംഭവിക്കും, കുറച്ച് വൈകും, നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്താൻ വൈകും, പക്ഷെ നിങ്ങൾ എത്തുന്നത് അവിടേക്ക് തന്നെയാണ് അല്ലേ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താതിരിക്കില്ല. നമ്മൾ ശ്രമിക്കാൻ തയ്യാറായാൽ വഴികൾ നമ്മുടെ മുമ്പിൽ 2 ചോയ്സ് എപ്പോഴും നമ്മുടെ മുമ്പിൽ വരും. ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ചോയ്സ് തന്നെ ആദ്യം വരും. അതിൽ നിന്നിട്ട് പിന്നെയല്ലേ ഏത് വഴിക്ക് പോകണം എന്നുള്ളത്. ഓക്കെ, എപ്പോഴും നമ്മുടെ മുമ്പിൽ ചോയ്സസ് തന്നെയാണ്. അപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒന്നും തെറ്റിപ്പോയാലും വിരോധമില്ല. അതിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നു, പഠിക്കാം, മുന്നോട്ട് പോവുക. വേറെ വഴികൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം ആ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഓക്കെ, നിങ്ങളപ്പോൾ ആ ആഗ്രഹത്തിന് മാത്രം നിങ്ങൾ മുറുകെ പിടിക്കാം. ഓക്കെ ഓക്കെ believe in the impossible. Show the world the real you. Energy is gaining momentum. ഇത് എടുക്കുന്നുണ്ട്, എന്തൊരു കഷ്ടം. ഓക്കെ, ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. അഡ്വൈസസ് നിറയെ എടുക്കാം അല്ലേ.
What do you need to release? Walking away. Take time to breathe out. Hermit card. Adjustments are required. എല്ലാം നമ്മൾക്ക് ഓക്കെ. എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. ന്യൂ മൂൺ ആണ് പറയുന്നത്. ന്യൂ മൂൺ എക്ലിപ്സ് പറയുന്നത് ന്യൂ മൂൺ സമയം. അതായത് ന്യൂ മൂൺ ഇപ്പോൾ നമുക്ക് വരാറ്. ഇപ്പോൾ ഫുൾ മൂൺ ആണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഫുൾ മൂൺ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. മാനിഫെസ്റ്റേഷൻസ് ചെയ്യാൻ നിങ്ങൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും. ആൻഡ് ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. നമ്മളിതാ പറഞ്ഞത്, നിങ്ങൾ അവനവൻ്റെ ആഗ്രഹം ഓക്കെ നിങ്ങൾക്ക് നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, നടക്കോ ഇല്ലയെന്ന് നമുക്ക് ഫ്യൂച്ചർ പറയട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യൂ. ഓക്കെ, ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. നിങ്ങൾക്ക് തോന്നാം പോസിബിളേ അല്ല, എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല, എനിക്ക് അതിനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റില്ല, എന്ത് തന്നെ ആയാലും ശരി, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തി എന്നെ ശ്രദ്ധിക്കുക പോലും ഇല്ല, എന്നെ നോക്കുന്ന പോലും ഇല്ല, പിന്നെ ഇങ്ങനെ അയാൾ എന്നെ ഇഷ്ടപ്പെടാം. ഇങ്ങനെ എന്തും ഇമ്പോസിബിൾ ആയ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുക, എന്തുകൊണ്ട് എന്നെ നോക്കിക്കൂടാ, എന്തുകൊണ്ട് എന്നെ അവർ കണ്ടുകൂടാ, എന്തുകൊണ്ട് എനിക്ക് അവിടെ പൊയ്ക്കൂടാ, എനിക്ക് പൈസ കിട്ടില്ല എന്ന് ഞാൻ എന്തിനാ വിചാരിക്കുന്നത്, ഞാൻ ശ്രമിക്കാൻ തുടങ്ങിയാൽ അതിനുള്ള വഴികൾ എനിക്ക് കിട്ടും, അങ്ങനെ ആലോചിക്കൂ. എല്ലാം പോസിറ്റീവായിട്ട് മൈൻഡിനെ മാറ്റിയെടുക്കൂ. ഷോ ദ വേൾഡ് ദ റിയൽ യു. നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്, അതെന്താണെന്നുള്ളത് മറ്റുള്ളവരെ മുൻപിൽ കാണിക്കാൻ നിങ്ങൾ തയ്യാറാവാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തേ പറ്റൂ, എന്നാലേ അതിൻ്റെ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആൻഡ് ദ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം. യെസ്, ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പവർഫുൾ ചേഞ്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് മാത്രമല്ല, നിങ്ങളത് കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കൂ. ഓക്കെ, മാറ്റേണ്ടത് നിങ്ങളാണ്. ആൻഡ് ഇവിടെ ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ഒരു അല്പം കൂടി പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ചെയ്യാം. അത് മാത്രമല്ല, പക്ഷെ ലൈഫും പ്രാക്ടിക്കലായിട്ട്, ഇമോഷണൽ മാത്രമല്ല നമ്മൾ പ്രാക്ടിക്കൽ കൂടി ആവണം എന്നാണ്. ഓക്കെ, ഇമോഷണൽ ഓവർ ആവരുത്. ഓവർ ഇമോഷണൽ ആയി കഴിഞ്ഞാൽ പേടികൾ വരും, ഫിയേഴ്സ് വരും, ഓക്കെ, നമ്മൾ സങ്കടങ്ങൾ വരും, ഇമോഷണൽ ആയി പോകും അല്ലേ. അപ്പം അങ്ങനെ ആവാതിരിക്കുക, കുറച്ചുകൂടി പ്രാക്ടിക്കൽ കൂടി ആവാം. ആൻഡ് വാട്ട് യു നീഡ് ടു റിലീസ്. യെസ്, ഇതെന്താ വിട്ടുപോകാനുള്ളത്, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കാനുള്ളത്, എന്തിനാണ്? അതായത് പണ്ടത്തെ തോൽവികളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളാണോ, നിങ്ങളെ തടയുന്ന ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ എന്ത് മനസ്സിലെ ചിന്തകളാണോ, എന്തിനാണ് നിങ്ങൾ മാറ്റേണ്ടത്, എന്തിനാണ് നിങ്ങൾ റിലീസ് ചെയ്ത് കളയേണ്ടത്, അത് ആലോചിക്കാം. ഓക്കെ, ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. യെസ്, നമ്മുടെ ഹെർമിറ്റ് കാർഡ് ഞാൻ പറഞ്ഞു, ഒരല്പം സമയം എടുത്തോളൂ. ഓക്കെ, സമയം എടുത്തിരുന്ന് ആലോചിക്കൂ, മനസ്സിലാക്കൂ, പഠിക്കൂ. ഓക്കെ, കുറച്ച് സമയം റെസ്റ്റ് എടുക്കൂ, റിലാക്സ് ആയിട്ടിരിക്കൂ. ഓക്കെ, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരിക്കലും ബ്രേക്ക് എടുക്കാം, ചെറിയ ചെറിയ ബ്രേക്സ് ആവശ്യമാണ് നമുക്ക്. എനിക്ക് ആ ബ്രേക്ക് കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ അത്രയും എനർജറ്റിക് ആയിട്ട് നിങ്ങൾ വീണ്ടും തിരിച്ചു വരണം എന്നാണ്. ഓക്കെ, ഡൗൺ ആവാം, ഡൗൺ ആയിട്ട്, പക്ഷെ അങ്ങനെ കിടക്കരുത്. അതിൽ നിന്ന് നമ്മൾ ആ എനർജി ഗെയിൻ ചെയ്ത് നമ്മൾ വീണ്ടും മേലേക്ക് വരും എന്ന രീതിയിലാണ് പറയേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് നിങ്ങളുടെ കറക്റ്റാക്കി എടുക്കാൻ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി വരും. ഓക്കെ, അതായത് കോംപ്രമൈസ് വേണ്ടി വരും ചിലവരുമായിട്ട്. ഓക്കെ, വീട്ടിലതൊക്കെ ഒന്ന് പറഞ്ഞ് വലിപ്പിക്കാനും അവരുടെ ഇഷ്ടങ്ങൾ കൂടെ രണ്ടും കൂടെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയാം. ഏനോ ചെറിയ ചെറിയ ടാക്സ് കുറച്ച് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങളൊന്ന് അവനവനെ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നവരെ ചിലപ്പോൾ കുറച്ചൊന്ന് ചില കോംപ്രമൈസ് ഒക്കെ ആവശ്യമായിരിക്കും, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വേണ്ടി വരും. പിന്നെ നിങ്ങളും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ലൈഫിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അല്ലേ. അതായത് നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങിയ സമയം ചിലപ്പോൾ പോവും, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എഫേർട്ട് ഇടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഉറക്കം കൂടി കളയേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം അല്ലേ. ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൂടി ചെയ്യാനുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് നടക്കും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ആദ്യം തന്നെ. ഓക്കെ, സോ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.